പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ ക്ലാസ്സിലും എല്ലാ ദിവസവും നമ്മൾ പി എസ് സി അപ്ഡേറ്റ്സ് റെഗുലറായിട്ട് നോക്കാറുണ്ട്. പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു ന്യൂസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പി എസ് സി സംബന്ധമായ ധാരാളം ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. HSA, LP, UP, അതുപോലെ തന്നെ 10th പ്രിലിംസ്, LGS, KTET ഇതിനൊക്കെ നമുക്ക് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th പ്രിലിംസിന് പഠിക്കുന്നതിനും LGSന് വേണ്ടി പഠിക്കുന്നതിനും KTET കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി, കൂടാതെ തന്നെ LP സ്കൂൾ NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം ഏതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടത് അതുകൂടി മെൻഷൻ ചെയ്താൽ അയക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. 10th പ്രിലിംസിൻ്റെ ഒക്കെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മൾ നൽകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഫസ്റ്റ്, കൃഷി ഓഫീസർ തസ്തിക അഡ്വൈസ് മെമ്മോ അയച്ചിട്ടും നിയമനമില്ലാതെ ഉദ്യോഗാർത്ഥികൾ എന്നൊരു ന്യൂസാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൃഷി ഓഫീസർ തസ്തികയിലേക്ക് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടും നിയമനം നടത്തുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികളുടെ പരാതി. 86 പേർക്ക് ഓഗസ്റ്റ് 21 പി എസ് സിയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ അയച്ചിരുന്നു. ഇത് 21 പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത്. തുടർ നടപടി ഉണ്ടാകാത്തതിനാൽ മറ്റു വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്കാണ് നിയമ നടപടികൾ വൈകുന്നത്, ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. പ്രമോഷന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റി സെപ്റ്റംബർ 5 ചേർന്ന 98 പേരുടെ പട്ടിക അംഗീകരിച്ചിരുന്നു. കേരളത്തിൽ 1ാം വിള നെല്ലിൻ്റെ സംഭരണ നടപടികൾ പുരോഗമിക്കുന്ന സമയത്ത് 5 ജില്ലകളിൽ സപ്ലൈകോ മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യവുമാണ്. ഈ ഒഴിവുകളിലേക്ക് ഉള്ള ഡെപ്യൂട്ടേഷൻ ഇതേ പ്രൊമോഷൻ ലിസ്റ്റിൽ നിന്നുമാണ് നടത്തേണ്ടതെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. അതേസമയം നിയമനം ഉടൻ നടത്തുമെന്നും ആശങ്ക വേണ്ടെന്നും കൃഷി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. LP UP സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. UP സ്കൂൾ അസിസ്റ്റൻറ്റിൽ നമ്മുടെ മലയാളം മീഡിയം ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആലപ്പുഴ ഡിപ്പാർട്ട്മെൻറ്റിലെ UP സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് വന്നേക്കുന്നത് 61.33 ആണ് കേട്ടോ. ഇനി UP സ്കൂൾ അസിസ്റ്റൻ്റ് വയനാട് ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വയനാട് ജില്ലയിൽ UP സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 62.33 ആണ് വയനാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക്. മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റിൻ്റെ എണ്ണം 124 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. ഇനി LP സ്കൂൾ അസിസ്റ്റൻറ്റ് വയനാട് ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 42 ആണ്. 152 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് വേറൊരു ലിസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ തവണ UP സ്കൂൾ അസിസ്റ്റൻ്റെയും LP സ്കൂൾ അസിസ്റ്റൻ്റെയും വയനാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്കും ലിസ്റ്റിലുണ്ടായിരുന്നവരുടെ എണ്ണം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം കേട്ടോ. ഇനി UP സ്കൂൾ അസിസ്റ്റൻറ്റ് വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണ കട്ട് ഓഫ് മാർക്ക് 53.33 ആയിരുന്നു. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 298 പേരായിരുന്നു കേട്ടോ. ഇനി LP സ്കൂൾ അസിസ്റ്റൻറ്റ് വയനാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ തവണത്തെ 32.33 ആയിരുന്നു. ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 391 പേരാണ്. നിലവിലെ ലിസ്റ്റിൽ 152 പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് LP UP സ്കൂൾ അസിസ്റ്റൻ്റ് കട്ട് ഓഫ് മാർക്കും ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത്. നിലവിൽ UP സ്കൂൾ അസിസ്റ്റൻ്റ് 3 ജില്ലയുടെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത്. ഒന്ന് പത്തനംതിട്ട, കട്ട് ഓഫ് 55.33 ആയിരുന്നു ആണ് എൻ്റെ ഓർമ്മ. ഇനി വയനാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. വയനാട് ജില്ലയിൽ 62.33 ആയിരുന്നു. പിന്നെ ആലപ്പുഴ ജില്ലയിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുണ്ടായിരുന്നു. 61.33 ആയിരുന്നു കട്ട് ഓഫ്. LP സ്കൂൾ അസിസ്റ്റൻ്റ് ഒരു ജില്ലയിൽ മാത്രമാണ് വന്നിട്ടുള്ളൂ. അത് വയനാട് ജില്ലയാണ്. 42 ആണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. വരും ദിവസങ്ങളിൽ UP സ്കൂൾ അസിസ്റ്റൻ്റ് LP സ്കൂൾ അസിസ്റ്റൻ്റ് ഒക്കെ കട്ട് ഓഫും ഷോർട്ട് ലിസ്റ്റും മറ്റുള്ള ജില്ലകളുടെ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. പ്രവേശനത്തിന് ടൈപ്പിംഗ് കോഴ്സ് വേണ്ട. മിനിറ്റിൽ 15 മലയാളം വാക്കുകളും 20 ഇംഗ്ലീഷ് വാക്കുകളും ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന സാക്ഷ്യപത്രം നൽകിയാൽ മതിയാകും. സർക്കാർ ഓഫീസിൽ അസിസ്റ്റന്റ് ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലേക്ക് പ്രവേശിക്കുന്നവർ പ്രവേശനം പൂർത്തിയാക്കാൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് തുല്യ യോഗ്യതയോ നേടിയിരിക്കണമെന്ന വ്യവസ്ഥ സർക്കാർ ഒഴിവാക്കി. പകരം മിനിറ്റിൽ 15 മലയാളം വാക്കുകളും 20 ഇംഗ്ലീഷ് വാക്കുകളും ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഓഫീസ് മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ പത്രം നൽകിയാൽ മതിയാകും. എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഈ ഓഫീസ് ഉപയോഗിക്കേണ്ടതിനാൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം അധിക യോഗ്യതയായി കാണേണ്ടതില്ലെന്ന് വിലയിരുത്തലാണ് പരിഷ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2022 ഒക്ടോബർ 26 ശേഷം ജോലി പ്രവേശിച്ചവർക്കാണിത് ബാധകമായിട്ട് ഉള്ളത് കേട്ടോ.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. PSC സംബന്ധമായിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ 10th പ്രിലിംസിൻ്റെയോ LGSൻ്റെയോ KTETൻ്റെയോ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് അയച്ചാൽ മതി. താങ്ക്